നിയമസഭയിൽ ഇന്ന് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ ഊന്നിയായിരിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാരിന്റെ നയം അവതരിപ്പിക്കുക. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് ഈ വി.ഡി. സതീശൻ സർക്കാർ തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നോട്ട് വെച്ച ചില ഗ്യാരണ്ടികളുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രഖ്യാപനം, അതിൽ ഏത് തരത്തിൽ ഇതൊക്കെ നടപ്പാക്കാനാണ് ഈ ബജറ്റിൽ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുൾപ്പെടെ, പ്രത്യേകിച്ച് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? പ്രവിത, അമൃത, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭയിൽ വി.ഡി. സതീശ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ്. ആ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സഭാതലത്തിലേക്ക് എത്തുന്നത്. ഒരു സർക്കാർ അധികാരത്തിലേറിയാൽ അതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ ഒരു പ്രസംഗം നടത്തുക എന്നത് നമ്മുടെ ഭരണപരമായ കീഴ്വഴക്കമാണ്, ഭരണഘടനാപരമായ നടപടിയാണ്. ആ നടപടിയിൽ എന്തൊക്കെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. അതിൽ UDF സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച വിഷൻ 2031 എന്ന ഒരു കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള ഒരു പ്രകടന പത്രികയുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പൊതുയാത്രയുടെ സമാപനത്തിൽ തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ വെച്ച് പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളുണ്ട്. ഈ കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമെന്ന കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയായും ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം മാറുമെന്ന കാര്യം ഉറപ്പാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയാണ്. 2 ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പിലാക്കുമെന്ന് ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലൊന്ന് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷേ അത്തരം വിശദാംശങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടും എന്ന് കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ വയോജന വകുപ്പ് രൂപീകരിക്കാനുള്ള പ്രഖ്യാപനവും ആദ്യ മന്ത്രിസഭാ കൈക്കൊണ്ടിട്ടുണ്ട്. ആ വകുപ്പിൻ്റെ ചുമതല CP ജോൺ, ഗതാഗത മന്ത്രി CP ജോണിന് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടിയുണ്ട്. എന്നാൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 20 ലക്ഷം രൂപ കവറേജുള്ള ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യവുമാണ്. ഈ കാര്യങ്ങളിലൊക്കെ എന്ത് സമീപനമാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വിവരങ്ങൾ ഈ പ്രസംഗത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളും പ്രകടനപത്രികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മാറ്റിവെച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയമായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം എങ്ങനെയാണ് UDF സർക്കാർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്, അതിനോടുള്ള സമീപനം, കേന്ദ്ര സർക്കാരിനുള്ള സമീപനം എന്താണ് എന്ന കൂടി വ്യക്തമാക്കും. എന്നാൽ അത്തരം വിമർശനപരമായ ഭാഗങ്ങൾ വായിക്കാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തയ്യാറാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാരിന് വേണ്ടി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശന ഭാഗങ്ങൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വായിക്കാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗാനന്തരം അന്ന് സഭ നേതാവായ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രസംഗങ്ങൾ കൂടി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പ്രമേയം അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തിരുന്നു. അതുപോലുള്ള രാഷ്ട്രീയമായ നാടകീയ രംഗങ്ങൾ ഇത്തവണയും ഉണ്ടാകുമോ എന്ന ആകാംക്ഷയും ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പ്രവിത, അമൃത. ശരി, അതാണ് നയപ്രഖ്യാപനം ഉറ്റുനോക്കുകയാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രഖ്യാപനം, ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആകാംക്ഷ. തീർച്ചയായും 9 മണിക്കാണ് ഏതായാലും നയപ്രഖ്യാപനം ആരംഭിക്കാനിരിക്കുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.